ഉത്സവകാലമായാൽ തെരുവുകൾ അലങ്കരിക്കുന്നതിനായി പല വസ്തുക്കളും ഉപയോഗിക്കാറുണ്ട്. വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള കുടികൾ, ചമയങ്ങൾ, അങ്ങനെ നിരവധി അലങ്കാര വസ്തുക്കളുണ്ട്. എന്നാൽ ഇതിനൊക്കെ പിന്നിൽ ചില ചരിത്രങ്ങളുണ്ട്. അങ്ങനെയാണ് ഒരു കഥയാണിനി. ഉത്സവകാലത്തെ പ്രധാന ആകർഷണമാണ് ഈ കൊടികൾ. എന്നാൽ കേവലം അലങ്കാര വസ്തു മാത്രമല്ലത്, ഇതിനു പിന്നിൽ ചില ഐതിഹ്യങ്ങളുമുണ്ട്. ഈ കൊടീൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തിക്ക് എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷമം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ കോട്ടവൽ അമ്പലത്തിലേക്ക് ഒരു നേർച്ചയായിട്ട് കൊടുക്കും. ഈ ചിത്രങ്ങളൊക്കെ ദൈവികപരമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ്. കാരണം ഈ ചിത്രങ്ങൾ ഓരോരുത്തരുടെ വ്യക്തികളുടെ പേര് എഴുതുന്നത് അവർ അമ്പലത്തിലേക്ക് കൊടുക്കുന്ന സമർപ്പിക്കുന്ന ഈ അവരുടെ പേരിൽ ഒരാളെ സൈസാണെങ്കിൽ ആ ആളെ സൈസിലുള്ള ഒരാളെ കൂടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അയാളെ പേരെഴുതുന്ന അത് ചിത്രങ്ങൾ അമ്പലത്തോടനുബന്ധിച്ചിട്ടുള്ള അമ്പലങ്ങളോട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ മാത്രമേ നമുക്ക് ഈ കുടികളിൽ വരയ്ക്കാൻ പറ്റുള്ളൂ. ആളുകളെ സൈസിനനുസരിച്ചാണ്. ചെറിയ കുട്ടിയാണെങ്കിൽ ചെറിയ കുടി, വലിയ കുട്ടിയാണെങ്കിൽ വലിയ കുടി. ഒരാളെ സൈസ് 5 മുഴമാണ്. ആ 5 മുഴം കൊടുത്തിരിക്കും. പോലീസുകാരനായിരുന്ന രമേശൻ ചേട്ടൻ വിരമിച്ച ശേഷമാണ് കൊടി നിർമ്മാണത്തിൽ സജീവമായത്. സഹായത്തിനായി മക്കളും ഒപ്പമുണ്ട്. അച്ഛൻ്റെ കൂടെ സഹായിക്കും. ഇങ്ങനെ വര പണികളൊക്കെ ഉണ്ട്. പിന്നെ ഒരാളും കൂടി ഉണ്ട്, ഏട്ടനുണ്ട് വരാൻ. ഇപ്പം വർക്കിലായതുകൊണ്ട് പോയതാ. ഞങ്ങൾ രണ്ടാളും കൂടിയാണ് വര പണികളൊക്കെ. ഇനി ഉത്സവ സീസൺ കഴിഞ്ഞു വേണം രമേശൻ ചേട്ടന് ഒന്ന് വിശ്രമിക്കാൻ. നിതിൻ ഗോപിക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്.